സോ പ്രിട്ടി. കുറച്ചുകൂടെ അകത്ത് വിരിയാനുണ്ട്. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. സോ ഞാനിതാ എണീറ്റ് വന്നപ്പോഴത്തേനും നമ്മുടെ പൂ ഇവിടെ വിരിഞ്ഞിട്ടുണ്ട്. സോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഹേ ഗൈസ്, സോ ഇതൊരു സ്റ്റഡി വ്ലോഗൊന്നും അല്ല കേട്ടോ, ആവാൻ ചാൻസ് ഇല്ല. ബിക്കോസ് ഇന്ന് എനിക്ക് കുറച്ച് അധികം പരിപാടികളുണ്ട്. അൾട്ടിമേറ്റ്ലി ഇവിടെ പോയി ഒരു പടം വരച്ച് തീർക്കാറുണ്ട്. സോ അതാണ് മെയിനായിട്ടുള്ള കാര്യം. ആ പടം വരച്ച് തീർക്കണം. പിന്നെ അതിനുശേഷം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പഠിക്കാൻ ചാൻസ് ഉണ്ടായിരിക്കണം. പിന്നെ 2-3 ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയ ഒരു കാര്യം ഇന്ന് ഞാൻ പറയുന്നതായിരിക്കും. അത് വൈകിക്കുന്നില്ല. സോ അതിലേക്ക് പോകാം. സോ ഇതാണ് നമ്മുടെ ഇ-വേ സ്കോളർഷിപ്പ്. ഇത് ഇ-വൈ ഇന്ത്യ കരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജിലാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ലിങ്കിൽ, അവരുടെ ബയോയിൽ പോയി കഴിഞ്ഞാൽ യു ഗെറ്റ് ദ ലിങ്ക്. യെസ്, ഇ-വൈ സ്കോളർഷിപ്പ്. ഇതാണ് ഇ-വൈ സ്കോളർഷിപ്പ് പ്രോഗ്രാം. അത് അവർ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ തന്നിട്ടുണ്ട്. മെയിനായിട്ട് ദ പ്രോഗ്രാം ഇൻവോൾവ്സ് എ സബ്മിഷൻ ഓഫ് എ ബിസിനസ് കേസ് ഓൺ ബിൽഡിംഗ് എ ബെറ്റർ വർക്കിംഗ് വേൾഡ്. അപ്പോൾ ബിൽഡിംഗ് എ ബെറ്റർ വർക്കിംഗ് വേൾഡ് എന്നുള്ളതാണ് അവരുടെ ഇത്. അപ്പോൾ ബിസിനസ് കേസ് ക്യാൻ ബി ഫോർ പ്രോഫിറ്റ് ഓർ നോട്ട് ഫോർ പ്രോഫിറ്റും ആവാം, പക്ഷേ ക്രിയേറ്റ് ബെറ്റർ വർക്കിംഗ് വേൾഡ് ആയിരിക്കണം. സോ അതിൻ്റെ കേസ് ഐഡിയാസ്, കവർ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇന്നോവേഷൻസ് ഉണ്ടായിരിക്കണം, ക്ലാരിറ്റി ഓഫ് തോട്ട്, പാഷൻ ടു വിൻ, ഇമ്പാക്റ്റ് ഓൺ ദ വർക്കിംഗ് വേൾഡ്. പിന്നെ ഇതിൽ നിന്നും സെലക്ട് ആവുന്ന 10 പേരെയാണ് ഇവർ 1,00,000 രൂപയും കൂടെ ഇൻറ്റേൺഷിപ്പ്, ഇവയിൽ 2 മാസത്തേക്ക് ഇൻറ്റേൺഷിപ്പും ചെയ്യാൻ സാധിക്കും. ഇതാണ് അതിൻ്റെ കൂടെ നമുക്ക് എ ബ്രാൻഡ് കോൾഡ് യു എന്ന് പറയുന്ന ഒരു സംഭവം കൂടി കിട്ടും. ഒരു സ്പെഷ്യൽ ലേണിംഗ് മൊഡ്യൂളൂടെ കിട്ടും. ഒരു 2 hour റിസർച്ച് സെക്ഷനാണ്. അപ്പോൾ ആ സംഭവം കൂടി കിട്ടും. അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന, രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവർക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് ക്ലിക്ക് യെസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ക്ലിക്ക്, രജിസ്ട്രേഷൻ കൊടുക്കാനുള്ള ലിങ്ക് ഇവിടെയുണ്ട്. പിന്നെ സബ്മിറ്റ് ചെയ്യാനുള്ള ലിങ്കും ഇവിടെയുണ്ട്. സോ നിങ്ങൾക്ക് ഇത് ഞാൻ അവൈലബിൾ ആക്കി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കണ്ടവരൊക്കെ ഓക്കെ ഷെയർ ചെയ്യുക. ആൻഡ് ഡു ഇറ്റ്. ഓൾ ദി ബെസ്റ്റ് ഫോർ എവരി വൺ. ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ റീസൺ ഒരു സ്കോളർഷിപ്പിനെ പറ്റി നിങ്ങളോട് പറയാനാണ്. സിംസൺ എന്നാണ് ആ സ്കോളർഷിപ്പിൻ്റെ പേര്. മേ ബി നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയായിരിക്കും. ഈ സ്കോളർഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് FA MA BT അതല്ലെങ്കിൽ ലോയ്ക്കാണെങ്കിലും നമ്മൾ 80% എബോവ് മാർക്ക് വേണം. FA ആൻഡ് MA 2 തരത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. FAയ്ക്കും MAയ്ക്കും BTയ്ക്കും. അതായത് നോളജ് ലെവൽ പേപ്പേഴ്സിനൊക്കെ നമ്മൾ 80% എബോവ് നേടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ലോ എന്ന പേപ്പറിനും നമുക്ക് 80%-ന് മുകളിലുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ കൂടുതലും ശരിയായ രീതി BT FA MA അതാണെന്ന് തോന്നുന്നു. ആൻഡ് പിന്നെ നമുക്കുള്ളത് ഒരു മാർഗം കൂടിയാണ്. ഒന്ന് സ്കില്ലിൻ്റെ പേപ്പേഴ്സ്, അതായത് ഈ ഗ്രാജുവേഷൻ കഴിഞ്ഞ് വരുന്നവർക്ക് സ്കില്ലിൻ്റെ പേപ്പേഴ്സ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ആ സ്കില്ലിൻ്റെ പേപ്പേഴ്സിൽ നിങ്ങൾക്ക് 2 പേപ്പേഴ്സിന് 66%-ന് മുകളിൽ, 65%-ന് മുകളിലേക്കുണ്ടെങ്കിൽ നമുക്കിതിന് അവാർഡ്, ഐ മീൻ ഈ സ്കോളർഷിപ്പിന് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇത് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രൈറ്റീരിയ പാസ്സാകാൻ വേണം. അതോടൊപ്പം തന്നെ ഇത് പാസ്സായിട്ടുണ്ടെങ്കിൽ നമ്മളിൽ ഒരു 1000 വേർഡ്സിൽ ഒരു എസ്സേ എഴുതി കൊടുക്കണം, എന്തുകൊണ്ട് നമുക്ക് ഉപകാരപ്രദമാവുമെന്ന്. അതിന് മുമ്പ് എന്തെല്ലാം നമുക്ക് കിട്ടുക എന്നുള്ളത് ചോദിച്ചാൽ എക്സാം ഫീസ്, അതേപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ഫീസ്, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലുള്ള ഫീസ്, മെമ്പർഷിപ്പ്, അഡ്മിഷൻ ഫീസ്, ഇതൊക്കെ ഇൻക്ലൂഡ് ആവും. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. എങ്കിലും ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചുള്ളൂ. അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ ICC പഠിക്കുന്ന സ്റ്റുഡൻസോ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് SSC എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇതിനെപ്പറ്റിയുള്ള ഷോർട്ട് ഡീറ്റെയിൽ. മെമ്പർഷിപ്പ് ഫീസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവർ അടയ്ക്കുന്നതായിരിക്കും. അപ്പോൾ മഴ പെയ്യുന്നുണ്ട് ഇവിടെ, സോ ഇടിയുണ്ട്. ഞാൻ പെട്ടെന്ന് എടുക്കാമെന്ന് വിചാരിച്ച വീഡിയോ. കൂടുതൽ അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. സിംസൺ സ്കോളർഷിപ്പ് എന്നാണ് പേര്. ആൻഡ് ഇതിലുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ICC സ്റ്റുഡൻ്റ് ആയിരിക്കണം. ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് പേയ്മെൻറ്റ്സ് ഒന്നും നിൽക്കാൻ പാടില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു എക്സാം ക്രൈറ്റീരിയയും, പിന്നെ 80% എബോ വേണം. ലോയ്ക്കെന്നും പറയാറുണ്ട്, FA MA BT അതും പറയാറുണ്ട്. ആൻഡ് 80% എബോ വേണം. പിന്നെ നമുക്ക് വേറെ പേയ്മെൻറ്റ്സും കാര്യങ്ങളും, അതായത് ഫീസൊന്നും ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുണ്ടാകാൻ പാടില്ല. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഈ 1000 വേർഡ്സിലുള്ള ഒരു എസ്സേയും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ബി സെലക്റ്റഡ്. അത് ഒരു ഇയറിൽ 5 പേരെ ഉണ്ടാവുള്ളൂ, സെലക്ട് ആവുള്ളൂ. അപ്പോൾ അതിലൊരാൾ നിങ്ങളാവാൻ ചാൻസ് ഉണ്ടെങ്കിലും ഞാൻ എന്തായാലും ആവാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് കിട്ടില്ല. 3 പേപ്പറിനോ അല്ലെങ്കിൽ ലോയുടെ പേപ്പർ ചാൻസ് ഇല്ല എന്ന് പറയാൻ. ഞാൻ സ്കിൽ എഴുതിയിട്ടില്ല. സ്കിൽ എഴുതിയാൽ എനിക്ക് കിട്ടുമല്ലോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഇതാണ്. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് എനിക്ക് പറയാനുള്ളത് ഇറ്റ്സ് അബൌട്ട് അവർ ഇ-വൈ സ്കോളർഷിപ്പാണ്. അത് ഞാൻ ഓൾറെഡി ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും.
പഠിത്തമൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് ടൗൺ വരെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങി. എന്നിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ഈ കാണുന്ന ഒരു ഫോട്ടോ ഫ്രെയിം സെറ്റാക്കാനുണ്ടായിരുന്നു. എന്നിട്ട് ഈ ഒരു ബോക്സിൽ വെച്ചിട്ട് രാജസ്ഥാനിലേക്ക് അയക്കാനായിരുന്നു. പക്ഷേ അവർക്ക് ഈ ഒരു ഫ്രെയിം ജസ്റ്റ് ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഫ്രെയിം അല്ല എഡിറ്റ് ചെയ്തൊന്ന് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് അയക്കേണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ അത് സെറ്റാക്കി. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കാനായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഹായ് ഗായ്സ്, സോ സമയം ഇപ്പോൾ 11:30 ആയിട്ടുണ്ട്. എൻ്റെ റൂമൊക്കെ കിടക്കുന്ന കണ്ടോ. നമ്മുടെ പ്രോഡക്റ്റ്സ് നമ്മളിത് പറയും ഉണ്ടാക്കിയ ഒരു ഐറ്റം ഇതാണ്. ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിലിടുന്നതായിരിക്കും. ഓക്കെ, എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഈ ഒരു പടവും കൂടെ വരയ്ക്കാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് 11:30 പിന്നെ ഒരു പടം എഡിറ്റ് ചെയ്യണ്ട. അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പം സമയം 11:30. ഇനി നമുക്ക് കിടന്നുറങ്ങാൻ വേണമെങ്കിൽ ഇതൊക്കെ വൃത്തിയാക്കണം. അപ്പം ഞാൻ വൃത്തിയാക്കിയിട്ട് കിടന്നുറങ്ങാൻ പോവാണ്. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.